അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്നത്തെ പരീക്ഷ അഖീദയായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എല്ലാവർക്കും എല്ലാവരും അറിയിക്കുക. ഒന്ന്, മണ്ണിനാൽ പടക്കപ്പെട്ടവർ. ആരാ മണ്ണിനാൽ പടക്കപ്പെട്ടവർ? മനുഷ്യർ. അപ്പോൾ അതിങ്ങോട്ട് എഴുതാം, മനുഷ്യർ എന്നുള്ളത്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ആരാണ്? മലക്കുകൾ. അവിടെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എവിടെയാണ്? മക്കയിൽ. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് മദീനയിൽ. ഭൂമി പടച്ചത് അള്ളാഹു. അള്ളാഹു നമുക്ക് കേൾക്കാൻ തന്നു. കേൾക്കാൻ എന്ത് തന്നു? ചെവി തന്നു. അടുത്ത, അള്ളാഹു നമുക്ക് സംസാരിക്കാൻ തന്നു, നാവ് തന്നു. അള്ളാഹു നമുക്ക് പിടിക്കാൻ എന്ത് തന്നു? കൈ തന്നു. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു. ഇനി ഞാൻ നോക്കാം. അള്ളാഹു നമുക്ക് ഭൂമി തന്നു എന്തിന്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുതുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എഴുതുമ്പോൾ നോക്കുക. ചില കുട്ടികൾ നിൽക്കാൻ എന്നൊക്കെ എഴുതി, ഇങ്ങനെ എഴുതണ്ട, വസിക്കാൻ എന്ന് എഴുതണ്ട. വസിക്കാൻ. അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു. വസിക്കാൻ എന്ന് എഴുതണ്ട കേട്ടോ, വസിക്കാൻ. ഇനി നിൽക്കാൻ എഴുതിയാലും മാർക്ക് കിട്ടായില്ല, പക്ഷെ പരിപൂർണ്ണ മാർക്ക് കൊടുക്കാൻ പറ്റൂല. അടുത്ത, അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നു എന്തിന്? എന്തിനാണ് അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നത്? കഴിക്കാൻ. കണ്ടോ, ഇങ്ങനെ കഴിക്കാൻ എന്ന് എഴുതേണ്ടത്. അത് യാ കൊണ്ട് എഴുതിയാൽ ശരിയാവില്ല. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിച്ച എത്രാം വയസ്സിലാണ് നബി തങ്ങൾ നബിയായത്? 40-ാം വയസ്സിൽ. അപ്പോൾ അത് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി നമ്മൾ അക്ഷരത്തിൽ 40 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? വയസ്സിൽ നിന്നും കൂടി എഴുതണം. വയസ്സിൽ നിന്നും കൂടി എഴുതി കൊടുക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എത്രാമത്തെ വയസ്സിലാണ്? 53. അപ്പോൾ 53 എന്ന് അറബിയിൽ ഇങ്ങനെ എഴുതിയാലും പിന്നെ നമ്മളെ മലയാളത്തിൽ അക്കത്തിൽ എഴുതിയാലും ഇനി അക്ഷരത്തിൽ എഴുതിയാലും ഒക്കെ മാർക്ക് കിട്ടും. മനസ്സിലായി? എല്ലാം ശരി തന്നെ. അടുത്തത് നോക്കുക. ഇത് നമുക്കൊരു അക്ഷരം തെറ്റിച്ച് കൊടുത്തിട്ട് അത് ശരിയാക്കാനാണ് വന്നത്. അപ്പോൾ ഇത് ഏത് പാഠത്തിലെ ചോദ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് വായിക്കാൻ കിട്ടുന്നില്ല അല്ലേ? ക്ഷീണം എന്ന് എഴുതിയാണ്. അപ്പം ക്ഷീണം എന്നാണ്. എങ്ങനെ ക്ഷീണം എന്ന് എഴുതാൻ നോക്കുക എല്ലാവരും. കണ്ടോ, ആദ്യം ക്ക്, പിന്നെ ഷി, പിന്നെ ക്ഷീണം. ഇവിടെ 0 കൊടുത്താൽ മതി. ക്ഷീണം അങ്ങനെ എഴുതണ്ടേ. പഠിച്ചു എന്നുള്ളതിൽ എന്താ തെറ്റ്? ശരി തന്നെ. ഡി ആണ് തെറ്റ്. ഇവിടെ എന്ത് വേണം? ഡി വേണം, ഒരു ഹാ വേണം. ഡി കഴിഞ്ഞിട്ട് ഒരു ഹാ വേണം. പഠിച്ചു. അടുത്ത്, വഴിപ്പെടുന്നവർ. അവിടെ ഈ എന്നാണ്, യാ ആണ് അവിടെ കൊടുത്തത്. ഇവിടെ എന്താ ശരിക്കും വേണ്ടത്? ഇതാ വഴിപ്പെടുന്നവർ. അടുത്തത്, ആരാധന. ഇതിലൂടെ തെറ്റ്. ഇതിലും ദാക്ക തെറ്റ്. ദാ കഴിഞ്ഞിട്ട് ഒരു ഹാ വേണം. ധാരാധന. അടുത്ത, പ്രധാനികളായ 4 മലക്കുകൾ. കണ്ടോ, ഈ ചോദ്യം അതേപോലെ വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അക്ഷരത്തെറ്റാണ്. ജിബിരിൽ അലൈഹിസ്സലാം എന്നുള്ളതിന് ഇങ്ങനെ അയിന് എഴുതിയാൽ മതി. പക്ഷേ ഇത് തെറ്റാൽ മാർക്ക് അതിനനുസരിച്ച് കുറയും. ജിബിരിൽ, മീകാഈൽ, അംസാണ് ഇവിടെ. ഇസ്രാഫീൽ അസ്രായിൽ അലൈഹിസ്സലാം. അടുത്ത് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ, അത് കാണുന്നതും കാണാത്തതും എഴുതാൻ വന്നു. പേന കാണും, പിന്നെ ജിന്ന് കാണൂല, അത് താഴെ എഴുതുക. മനുഷ്യനെ കാണും, അത് മേലെ എഴുതുക. മദ്രസ മേലെ, മലക്ക് താഴെ, പിശാചി താഴെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏതിൻ്റെ അഖീദൻ്റെ ആൻസർ കീ.